ഹലോ, ഇന്ന് നമ്മുടെ ഹോസ്റ്റൽ റൂമാണ് നോക്കുന്നത്. എനിക്ക് അലോട്ടഡ് ആയത് B23-ലെ 122 റൂം നമ്പറാണ്. ഇത് ബാൽക്കണിയുടെ തൊട്ട് ചേർന്ന് നിൽക്കുന്ന റൂമാണ്. നമുക്ക് റൂമിലേക്ക് കയറി നോക്കാം. ഇത് എൻ്റെ മോസ്റ്റ് ഓഫ് ദ പെട്ടികളൊന്നും ഞാൻ തുറന്നിട്ടില്ല. കാരണം ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആകെ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലം എനിക്ക് B14-ലായിരുന്നു റൂം അലോട്ടഡ് ആയത്. അത് 2 ഷെയറിംഗ് ബേസിസിലായിരുന്നു. ഇതിൻ്റെ റൂം സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ സൈസ് വരും. ഈ പ്രാവശ്യം ഞങ്ങളുടെ ബാച്ചിന് മുഴുവൻ സിംഗിൾ റൂമാണ് അലോട്ടഡ് ആയത്. ആദ്യത്തെ 10 പേര് ഇവിടെയും പിന്നെ ബാക്കിയുള്ളവരെല്ലാം B14-ലെ സിംഗിൾ റൂമിലും ആണ്. ഈ കാണുന്ന കർട്ടൻസ് ബ്ലാക്ക് ഞാൻ വാങ്ങിയതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. കാരണം ഇതിന് മുന്നേ അവർ പ്രൊവൈഡ് ചെയ്തിരുന്ന കർട്ടൻസ് കൂടെ ലൈറ്റ് ഒരുപാട് വരുമായിരുന്നു. ബാക്കിലുണ്ടായിരുന്ന ആ കളർ കർട്ടൻസ് ആയിരുന്നു. അപ്പോൾ ലൈറ്റ് ഒരുപാട് വരുമ്പം തന്നെ 8 മണി 9 മണി ആകുമ്പോഴേക്ക് പെട്ടെന്ന് എണീറ്റ് പോകുമായിരുന്നു. കാരണം കിടക്കാൻ തന്നെ ഒരുപാട് വൈകുമായിരുന്നു. അപ്പം 2-3 മണിയാണ് വർക്കെല്ലാം കഴിഞ്ഞ് കിടക്കുന്നത്. പിന്നെ ഉറക്കം ശരിയാവില്ലായിരുന്നു. അപ്പോൾ ആ കർട്ടൻസ് വരാൻ വൈകിയത് കൊണ്ടാണ് ഞാൻ അവിടെ പേപ്പേഴ്സ് ഒട്ടിച്ചത് വിൻഡോസിൽ. ഇനി ആ പേപ്പേഴ്സ് എല്ലാം എടുത്ത് മാറ്റണം. ഈ വിൻഡോസിൽ നിന്നുള്ള വ്യൂ ഭയങ്കര സീനിക്കാണ്. ഈ ഹിൽസ് മുഴുവൻ നമുക്ക് കാണാം. അതൊക്കെ ഹോസ്റ്റൽസ് തന്നെയാണ്. അക്കാഡമിക് ബിൽഡിങ്സ് ഒക്കെ ഇതിൻ്റെ മറുവശത്താണുള്ളത്. വിൻഡോസൊക്കെ ഹൈലി ഇൻസുലേറ്റഡ് ആണ്. കാരണം തണുപ്പ് കാലം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാവും. ഒരു 15-ലും താഴെ ആയിരിക്കും എപ്പോഴും ടെമ്പറേച്ചർ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വിൻഡോസൊക്കെ ഭയങ്കര റൂം ഭയങ്കരമായിട്ട് ഇൻസുലേറ്റഡ് ആണ്. സിംഗിൾ റൂമുകളിൽ 4 പ്ലഗ് പോയിൻറ്റ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ആവശ്യം എസ്പെഷ്യലി ഈ വിൻ്റർ സീസണിലാണ് വരുന്നത്. ഒരു ഹീറ്ററിൽ പോലും റൂമൊന്നും മര്യാദയ്ക്ക് വാമായി നിൽക്കില്ല. ഇനി നമുക്ക് ഹോസ്റ്റലുകളിൽ എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് നോക്കാം. എല്ലാ ഹോസ്റ്റലിലും ഒരു ഫ്രിഡ്ജ് ഉണ്ടാവും. അതിൽ നമുക്ക് ആവശ്യമുള്ള എന്ത് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരോ ഐസ്ക്രീമോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കതിൽ വെക്കാം. പിന്നെ ഉള്ളത് അതേപോലെ എല്ലാ ഹോസ്റ്റലിലും ഒരു ഇൻഡക്ഷൻ കുക്കറും മൈക്രോവേവ് ഓവനും അയൺ ബോക്സും അത് അയൺ ചെയ്യാനുള്ള പ്ലേസും ഉണ്ടാവും. ഇപ്പം നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിലോ മാഗിയോ അതേപോലെ പോപ്കോണോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെറിയ രീതിയിൽ എന്തോ ഇവിടെ തന്നെ കുക്ക് ചെയ്യാം. നമുക്ക് എന്താണ് അയൺ ചെയ്യാനുള്ള പ്ലേസും ഉണ്ട്. ലോണ്ട്രി റൂമിൽ നമുക്ക് 2 വാഷിംഗ് മെഷീനും 2 ഡ്രയേഴ്സും ഉണ്ടാവും. അപ്പം നമ്മൾക്ക് വാഷിംഗ് മെഷീൻ ചെയ്ത് കഴിഞ്ഞ് ക്ലോത്ത്സ് അപ്പം തന്നെ ഡ്രയറിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 60 to 120 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ കബോർഡ് ഡ്രൈ ആയി കിട്ടും. കോമൺ റൂമിൽ ഇൻഡോർ ഗെയിംസായ ടേബിൾ ടെന്നീസ്, ക്യാരംസ്, ചെസ്സ് അങ്ങനത്തെ എല്ലാത്തിൻ്റെയും ബോർഡ്സ് അവൈലബിൾ ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ റൂമിന് തൊട്ടടുത്ത് നിന്നുള്ള ബാൽക്കണി. ഇവിടെ നിന്നുള്ള വ്യൂസും ഭയങ്കര അടിപൊളിയാണ്. അപ്പം നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ഒക്കെ ആയി നിൽക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ സ്ട്രെസ് എല്ലാം പോകും. കഴിഞ്ഞ കൊല്ലം എല്ലാ ഫ്ലോറിലും സ്റ്റഡി റൂം അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഷെയറിംഗ് ബേസിസൊക്കെ ആണെങ്കിൽ പ്രശ്നം പഠിക്കാനൊക്കെ ഭയങ്കര പ്രോബ്ലംസ് വരുവാണെങ്കിൽ നമുക്ക് സ്റ്റഡി റൂമിൽ പോയിരിക്കാം. കാരണം ലൈബ്രറി വരെ കുറച്ച് നടക്കാനുണ്ട്. ഒരു 200-300 മീറ്റേഴ്സ് എല്ലാ പ്രാവശ്യവും നടന്നു പോകുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ ഈ പ്രാവശ്യം സ്റ്റുഡൻസിൻ്റെ ഇൻടേക്ക് കൂടിയതുകൊണ്ട് അവർ ഗ്രൗണ്ട് ഫ്ലോറിലെ സ്റ്റഡി റൂം ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റഡി റൂംസും സാധാ റൂമാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ഫ്ലോറിലും 4 ഷവർ റൂംസും 4 ബാത്റൂംസും ഒരു യൂറിനിലും പിന്നെ അതേപോലെ 4-5 വാഷ് ബേസിൻസും അവൈലബിൾ ആണ്. അതെല്ലാം തന്നെ ഹീറ്റർ വഴി കണക്റ്റഡ് ആണ്. അപ്പം തണുപ്പ് കാലത്തും നമുക്ക് വാഷ് ബേസിന് പോലും നമുക്ക് ചൂടുവെള്ളം അവൈലബിൾ ആയിരിക്കും. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കൊച്ചു സ്വർഗത്തെ പറ്റി പറയാൻ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.